ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണമാണ് കത്തുന്ന വായു. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം എന്താണ്? കത്തുന്ന വായു. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയയാണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയയാണ്. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജൻ ആണ്. ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം എന്താണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതു ഘടകം ഹൈഡ്രജൻ. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 1s1 ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം 1s1. മൂലക അവസ്ഥയിൽ ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത് ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ്. മൂലക അവസ്ഥയിൽ ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത് ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ്. H2 ആയിട്ടാണ്. H2 ആണ്. അതിനാൽ ഹൈഡ്രജനെ ഡ്രൈ ഹൈഡ്രജൻ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില -253°C അല്ലെങ്കിൽ -423°F ആണ്. ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില എത്രയാണ്? -253°C അതല്ലെങ്കിൽ -423°F ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ലഭിക്കുന്നത് ജലമാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ലഭിക്കുന്നത് ജലം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനം എന്നറിയപ്പെടുന്നു. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനം എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തം ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. സിങ്കും സൾഫ്യൂറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഹൈഡ്രജൻ. സിങ്കും സൾഫ്യൂറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകം ഹൈഡ്രജൻ. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്.
വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകൾ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. നമ്മൾ ഹൈഡ്രജൻ ബലൂൺ എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷിയം. സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയമാണ്. സാധാരണ ഹൈഡ്രജൻ ഏതാണ്? പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പും ഏതാണ്? പ്രോട്ടിയമാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം അതിന്റെ സ്ഫോടക സാധ്യതയാണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ സ്ഫോടന സാധ്യതയാണ്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഖനജലം. ഖനജലം D2O ആണ്. D2O. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഖനജലം അഥവാ D2O എന്ന് പറയും. ഖനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഖനജലമാണ്. ഡ്യൂട്ടീരിയം ഐസോടോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഖനജലത്തിന്റെ ഉപയോഗങ്ങൾ? ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഡ്യൂട്ടീരിയം ഐസോടോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനങ്ങളിൽ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ജലത്തിന്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ആണ്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്, അതാണ് H2O എന്ന് പറയുന്നത്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ഖനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഖനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. D2O. ഇനി ഹൈഡ്രജന്റെ അത്രയേ ഉള്ളൂ. അടുത്തത് ഓക്സിജൻ നോക്കാം. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി ആണ്. 1774 ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. 1774 ഓക്സിജൻ കണ്ടുപിടിച്ചത്. ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മെർക്കുറിക് ഓക്സൈഡ് ആണ്. ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം ഏതാണ്? മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയെ ആണ്. ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയെ ആണ്. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ലാവോസിയെ ആണ്. ആസിഡ് ഉണ്ടാകുന്നത് എന്ന് അർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ആസിഡ് ഉണ്ടാകുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. റോക്കറ്റിൽ ഓക്സിഡൈസർ ആയി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ ആണ്. റോക്കറ്റിൽ ഓക്സിഡൈസർ ആയി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകവും ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജ്വലനം എന്നാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ജ്വലനം എന്നാണ്. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് 89%. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് 89%. ഈ നിറം, മണം, രുചി എന്നിവയൊന്നും ഇല്ലാത്ത വാതകം ഓക്സിജൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഓക്സിജൻ വാതകത്തിന് എന്താണ്, ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഒരു ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിറവും മണം, രുചി എന്നിവയൊന്നും ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഈ ശുദ്ധജലത്തിന്റെ ഓക്സിജന്റെ അളവ് 89%. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും മിശ്രിതമാണ്. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും മിശ്രിതമാണ്. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില -183°C അല്ലെങ്കിൽ -297°F ആണ്. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില എത്രയാണ്? -183°C അല്ലെങ്കിൽ -297°F ആണ്. ഇനി ഓക്സിജൻ ഖരമായി മാറുന്ന താപനില ഏതാണ്? -219°C അല്ലെങ്കിൽ -362°F ആണ്. ഓക്സിജൻ ഖരമായി മാറുന്ന താപനില എത്രയാണ്? -219°C. ഫാരൻഹീറ്റ് പറഞ്ഞാൽ -362°F ആണ്. ഓക്സിജന്റെ പ്രധാന ഐസോടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഓക്സിജന്റെ പ്രധാന ഐസോടോപ്പുകൾ ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്നിവയാണ്. അലുമിനിയം, അയൺ തുടങ്ങിയ ലോഹങ്ങൾ കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് കാരണം ഓക്സിജൻ ഈ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അലുമിനിയം, അയൺ തുടങ്ങിയ ലോഹങ്ങൾ കാലക്രമേണ തിളക്കം ദ്രവിച്ച് ഇങ്ങനെ പോകുന്നത് കാരണം അതിന് കാരണം എന്താണ്? ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്സിജൻ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ഓക്സിജൻ സാധാരണ സവിശേഷതകൾ പ്രകടിപ്പിക്കാൻ കാരണം വലിപ്പക്കുറവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയുമാണ്. ഓക്സിജൻ അസാധാരണ സവിശേഷതകൾ പ്രകടിപ്പിക്കാൻ കാരണം വലിപ്പക്കുറവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്സിജന്റെ സംയോജകത 4ൽ പരിമിതപ്പെടുന്നതിന് കാരണം ഡി ഓർബിറ്റലിന്റെ അസാന്നിധ്യമാണ്. ഓക്സിജന്റെ സംയോജകത 4ൽ പരിമിതപ്പെടുന്നതിന് കാരണം എന്താണ്? ഡി ഓർബിറ്റലിന്റെ അസാന്നിധ്യമാണ്. ഡി ഓർബിറ്റലിന്റെ അസാന്നിധ്യം. അടുത്തത് നൈട്രജൻ നോക്കാം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനമാണ് നൈട്രജന്റെ അളവ്? 78%. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്രയാണ്? 78%. ഓക്സിജൻ എത്രയാണ്? 21%. നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. നൈട്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് അംശിക സ്വേദനം എന്നാണ്. ഓക്സിജനും അംശിക സ്വേദനമാണ്, നൈട്രജനും അംശിക സ്വേദനമാണ്. നൈട്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ. പ്രോട്ടീനുകളിലെ മുഖ്യ ഘടകം നൈട്രജൻ ആണ്. പ്രോട്ടീനുകളിലെ മുഖ്യ ഘടകം നൈട്രജൻ. പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ. ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകവും ഏതാണ്? നൈട്രജൻ ആണ്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ.
ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് ആണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം നൈട്രിക് ഓക്സൈഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് മണ്ണിലെത്തുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് മണ്ണിലെത്തുന്നത് നൈട്രിക് ആസിഡ് ആയിട്ടാണ്. അതായത് HNO3 ആണ് നൈട്രിക് ആസിഡ്. അനസ്തെറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. അനസ്തെറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. അതെന്താണ്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ്. ഇവിടെ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് N2O. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയയാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയ. ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തം ആണ് നവസാരം അഥവാ അമോണിയം ക്ലോറൈഡ്. ഈയം പൂശുന്നതിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ് നവസാരം അഥവാ അമോണിയം ക്ലോറൈഡ്. അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്ന പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്ന പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ ബാക്ടീരിയയാണ് റൈസോബിയം. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലെ ബാക്ടീരിയ എന്ന് ചോദിച്ചാലും റൈസോബിയമാണ്. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലെ ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാലും റൈസോബിയമാണ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് നൈട്രേറ്റ് ആണ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് നൈട്രേറ്റ് ആണ്. നൈട്രേറ്റ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ് എന്നിവയുമായി ഗ്ലിസറോൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തുവാണ് നൈട്രോഗ്ലിസറിൻ. ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡുമായി ഗ്ലിസറോൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ സ്ഫോടക വസ്തു ഏതാണ്? നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ. സ്ഫോടക പദാർത്ഥമായ ഡൈനാമൈറ്റിന്റെ അടിസ്ഥാന പദാർത്ഥം എന്ന് പറയുന്നത് നൈട്രോഗ്ലിസറിൻ ആണ്. സ്ഫോടക പദാർത്ഥമായ ഡൈനാമൈറ്റിന്റെ അടിസ്ഥാന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രോഗ്ലിസറിൻ ആണ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആണ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ്.